കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ തെളിവുകളാണ് ഉള്ളതെന്ന് അർജുൻ ശ്രീരഞ്ജിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം കേരളത്തിലെ നമ്പർ 1 വക്കീലായ ക്രിമിനൽ ലോയറായ അർജുൻ ശങ്കറിൻ്റെ അമ്മയെ തെളിവുകളൊന്നുമില്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. അന്നേരം എന്താണ് ആ തെളിവുകളെന്ന് അർജുൻ ചോദിക്കുകയാണ്. തുടർന്ന് വസുമതിയോട് ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, അന്ന് വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് മുന്നേ പ്രീതിയുടെ സീമന്തം വീട്ടിൽ നടന്നത് വസുമതി കുഞ്ഞമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്ന്. അന്ന് അവരെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ചതിനൊക്കെ ശേഷം വസുമതി കുഞ്ഞമ്മ വീട്ടിലേക്ക് വന്നു. പക്ഷെ പിന്നീട് വീണ്ടും സത്യഭാമയുടെ വീട്ടിലേക്ക് വസുമതി കുഞ്ഞമ്മ പുറപ്പെട്ടു. അന്ന് വഴിയിൽ വെച്ച് സുസ്മിതയെ കാണുകയുണ്ടായി. എന്താ ഓർമ്മയില്ലേ എന്ന് ശ്രീരഞ്ജിനി ആ സംഭവങ്ങളൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് വസുമതി ആ സംഭവം ഓർമ്മിക്കുകയാണ്. അത് കാണിക്കുന്നത് വസുമതി ഇങ്ങനെ കാറിൽ പോവുകയാണ്. അപ്പോഴും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. 1 കോടി കിട്ടിയ സന്തോഷത്തിൽ ഇത്തവണത്തെ അമ്പലത്തിലെ ഉത്സവം ഈ തെക്കേടത്ത് വസുമതി കുഞ്ഞമ്മ നടത്തും എന്നൊക്കെ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഒരു റോഡ് സൈഡിൽ ഒരു സൈഡ് ഒതുക്കിയിട്ട് കാറിൻ്റെ അടുത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ സുസ്മിത എന്തോ ആലോചിച്ച് നിൽക്കുന്നത് ഈ വസുമതി കുഞ്ഞമ്മ കാണുന്നത്. അന്നേരം ആകെ ടെൻഷനിലാണ് സുസ്മിത. ഇനിയിപ്പോൾ സത്യഭാമ സീമന്തം കഴിഞ്ഞതിന് ശേഷം സത്യഭാമയും വസുമതിയും എല്ലാം കൂടി ഒന്നായി ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, എന്താ പുതിയ പദ്ധതി എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഈ വസുമതി സുസ്മിതയെ കാണുന്നത്. തുടർന്ന് സുസ്മിതയെ കണ്ട് കാറ് നിർത്താൻ ഡ്രൈവറോട് വസുമതി പറയുന്നുണ്ട്. തുടർന്ന് വസുമതി സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം കയ്യിലൊരു കവറുമുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു, നിന്നെ വഴിയിൽ വെച്ച് കണ്ടത് നന്നായി, ഇത് പ്രീതിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ കവറ് സുസ്മിതയെ ഏൽപ്പിക്കുകയാണ്. അന്നേരം ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം കുറച്ച് ഫ്രൂട്ട്സ്, ഉണക്കമുന്തിരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിൽ നിന്നും പ്രോട്ടീൻ പൗഡറിൻ്റെ ആ കുപ്പി പാക്കറ്റ് സുസ്മിത എടുത്തിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രോട്ടീൻ പൗഡറാണ്, പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിൽ ഇത് പാലിലോ വെള്ളത്തിലോ ഒക്കെ കലക്കി കുടിച്ചാൽ മതി, ആരോഗ്യമുള്ള കുഞ്ഞ് പിറക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പ്രീതി നാളെ അങ്ങ് വരില്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നത് എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് കൊടുക്കാൻ സൗകര്യമുണ്ടോ ഇല്ലയോ അതങ്ങ് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് വസുമതി ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം എനിക്ക് എന്താ ഇപ്പോൾ സൗകര്യക്കേട് എന്ന് പറഞ്ഞ് അത് വാങ്ങി ഞാൻ കൊടുത്തേക്കാമെന്ന് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഹോസ്പിറ്റലിൽ ഒരു കസിൻ അഡ്മിറ്റാണ്, അതിനെ കാണാൻ പോകണം എന്ന് പറഞ്ഞ് വസുമതി അങ്ങ് തിരിച്ചു പോകുന്നുണ്ട്. തുടർന്ന് വസുമതി പോയ ശേഷം വീണ്ടും ആ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ട് 1 കോടി രൂപ കിട്ടുമെന്നായപ്പോൾ തള്ള മറു സൈഡിലേക്ക് ചാഞ്ഞു. എന്തായാലും വെച്ചേക്കാം, എപ്പോഴെങ്കിലും ഉപകരിക്കും എന്ന് ചിന്തിച്ച് സഞ്ചിയും പിടിച്ച് സുസ്മിത അവിടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സംഭവങ്ങളാണ് വസുമതി ഓർക്കുന്നത്. തുടർന്ന് എന്താ ഓർമ്മയില്ലേ വസുമതി കുഞ്ഞമ്മയ്ക്ക് സംഭവങ്ങളെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഓർമ്മയുണ്ട്, പ്രീതിക്ക് കൊടുക്കാനായിട്ട് സുസ്മിതയുടെ കയ്യിൽ ഞാനൊരു കിറ്റ് ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം എന്തൊക്കെ ഉണ്ടായാലും ചോദിക്കുമ്പോൾ ബദാം, കുങ്കുമപ്പൂവ്, കുറച്ച് ഫ്രൂട്ട്സ്, ഉണക്കമുന്തിരി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതിൽ പ്രോട്ടീൻ പൗഡർ എന്താ ഓർമ്മയില്ലേ ചോദിക്കുകയാണ്. അന്നേരം അതും ഉണ്ടായിരുന്നു, അതിനെന്താ കുഴപ്പം എന്ന് വസുമതി കുഞ്ഞമ്മ ചോദിക്കുമ്പോൾ അതിലല്ല കുഴപ്പം, പക്ഷേ പ്രീതിയുടെ ഉള്ളിൽ ചെന്ന വിഷത്തിൻ്റെ പിന്നാലെ ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ അളവും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ആകെ ഒന്ന് പരിഭ്രമിക്കുകയാണ് വസുമതി കുഞ്ഞമ്മ. തുടർന്ന് സുസ്മിതയെ അങ്ങോട്ട് നീങ്ങി നിൽക്കാനായിട്ട് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുകയാണ് ശ്രീരഞ്ജിനി. എന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. പായസത്തിൽ പ്രോട്ടീൻ പൗഡർ സത്യഭാമ കലർത്തിയിരുന്നില്ല. കാരണം വസുമതി കുഞ്ഞമ്മ സുസ്മിതയുടെ കയ്യിൽ ഏൽപ്പിച്ച പ്രോട്ടീൻ പൗഡർ സത്യഭാമയ്ക്കോ പ്രീതിക്കോ സുസ്മിത നൽകിയിരുന്നുമില്ല. പായസത്തിൽ പ്രോട്ടീൻ പൗഡർ ചേർത്തതായിട്ട് സുസ്മിത സമ്മതിക്കുന്നുണ്ട്, പക്ഷേ വിഷം ചേർത്തതായിട്ട് സുസ്മിത സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം മാം എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, പ്രോട്ടീൻ പൗഡറിൽ വിഷം മിക്സ് ചേർത്ത അവസ്ഥയിലായിരുന്നു, അതാണ് സുസ്മിത കലക്കി കൊടുത്തതെന്ന്. അന്നേരം അപ്പോൾ വിഷം കൊടുത്തത് വസുമതിയാണ് എന്നാണ് ശ്രീരഞ്ജിനി പറഞ്ഞു വരുന്നത്. അത് കേട്ട് ആകെ അങ്ങ് അന്തം വിടുകയാണ് അർജുനും ചിത്രയും വസുമതിയും ഒക്കെ. ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ട് സുസ്മിത മനസ്സിൽ ചിരിക്കുന്നുണ്ട്. സുസ്മിത കരുതുകയാണ്, രണ്ടും കൂടി വിഷവും പ്രോട്ടീൻ പൗഡറും തമ്മിൽ മിക്സ് ചെയ്യാൻ അന്ന് എനിക്ക് തോന്നിയത് എത്ര നന്നായി എന്ന്. തുടർന്ന് ആകെ ദേഷ്യം വരുന്ന വസുമതി സുസ്മിതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. എടി നിന്നെ ഞാൻ ഇന്ന് കൊല്ലും, സത്യം പറയടി, ഞാൻ പറഞ്ഞോ നിന്നോട് പ്രോട്ടീൻ പൗഡറിൽ വിഷം ചേർക്കാൻ, അത് പായസത്തിൽ കലർത്താനായിട്ട് ഞാൻ പറഞ്ഞോ എന്നും പറഞ്ഞ് കഴുത്തിനങ്ങ് ഇറുക്കി പിടിക്കുകയാണ് സുസ്മിതയുടെ. നേരെ സുസ്മിതയ്ക്ക് നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അവസാനം കോൺസ്റ്റബിൾമാരോട് ശ്രീരഞ്ജിനി പിടിച്ചു മാറ്റാൻ പറയുമ്പോൾ ഒരുമിതം വസുമതിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. തുടർന്ന് ശ്രീരഞ്ജിനി വസുമതിയോട് പറയുകയാണ്, വസുമതി കുഞ്ഞമ്മയെ ബലപ്രയോഗിക്കാനായിട്ട് എന്നെ നിർബന്ധിക്കരുത്, എന്നെക്കാളും നിങ്ങൾക്ക് പ്രായമുണ്ട്, അടങ്ങി നിൽക്കുമെന്ന് പറയുകയാണ്.
തുടർന്ന് വീണ്ടും സുസ്മിതയുടെ കഴുത്തിന് പിടിക്കാനായിട്ട് വസുമതി ശ്രമം നടത്തുന്നുണ്ട്. വനിതാ കോൺസ്റ്റബിൾമാർ ഒരുവിധം പിടിച്ചു നിർത്തുകയാണ് വസുമതിയെ. തുടർന്ന് അർജുൻ ചോദിക്കുകയാണ്, പ്രീതിക്ക് കൊടുക്കാനായിട്ട് സുസ്മിതയുടെ കയ്യിൽ എൻ്റെ അമ്മ പ്രോട്ടീൻ പൗഡർ ഏൽപ്പിച്ചു എന്നത് ശരി തന്നെ, പക്ഷേ എൻ്റെ അമ്മ എങ്ങനെ കുറ്റക്കാരിയാവുമെന്ന് മാഡം ഒന്ന് പറഞ്ഞു തരണം എന്ന് ശ്രീരഞ്ജിനിയോട് അർജുൻ ചോദിക്കുകയാണ്. തുടർന്ന് ഇവൾ അതിൽ വിഷം ചേർത്തതായിക്കൂടെ എന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങേര് കാര്യങ്ങൾ കുഴഞ്ഞു മറിക്കുകയാണോ എന്ന് ഒരു നിമിഷം പേടിക്കുന്നുണ്ട് സുസ്മിത. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് സാഹചര്യ തെളിവുകളുടെയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ശ്രീമന്ത ചടങ്ങിന് തൊട്ട് മുമ്പ് വരെ അർജുൻ്റെ കുഞ്ഞല്ല പ്രീതിയുടെ വയറ്റിലുള്ളത് എന്നല്ലേ വസുമതി വാദിച്ചിരുന്നത്. പിന്നെ DNA ടെസ്റ്റ് വാങ്ങാനായിട്ട് ഇവർ ഒറ്റയ്ക്കല്ലേ പോയത്. അപ്പോൾ ലാബ് ടെക്നീഷ്യൻ്റെ കൈപ്പിഴയൊന്നും ആയിരിക്കില്ല. നേഴ്സ് സുരഭിയുടെ മൊഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരവിടെയും കഥ മാറ്റിയതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് കളിച്ചതാവാം വസുമതി കുഞ്ഞമ്മ. ഏതെങ്കിലും ഒരു അമ്മ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത് എന്നൊക്കെ ശ്രീരഞ്ജിനി അങ്ങ് അർജുനോട് ചോദിക്കുകയാണ്. അന്നേരം ആകെ കലിതുള്ളി നുണയാണ്, ഈ പറയുന്നതൊക്കെ നുണയാണ് എന്ന് വസുമതി പറയുന്നുണ്ട്. സുരഭി നിങ്ങളെ പേടിച്ചിട്ടാണ് അന്നത് പറയാതിരുന്നത് എന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. അന്നേരം ആകെ അന്തം വിടുകയാണ് വസുമതി. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട്, സുരഭി എൻ്റെ കൂട്ടുകാരിയാണ്, അപ്പോൾ ഞാൻ പറയുന്നത് പോലെ അവൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇതിൽ നിന്നും ഊരാനായിട്ട് എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല വസുമതി കുഞ്ഞമ്മേ, ചതിയാണെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ ചിന്തിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട്. ശാലിനി യഥാർത്ഥ ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ടുവന്നതോടുകൂടി ഇവർക്ക് പ്രീതിയുടെ കുഞ്ഞിനെ അംഗീകരിക്കണം എന്നൊരു നിബന്ധന വന്നു. പക്ഷേ പിന്നീടും ഇവർക്ക് ആ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അവർ അന്ന് വൈകിട്ട് തന്നെ പ്രോട്ടീൻ പൗഡറുമായിട്ട് ആ വീട്ടിലേക്ക് വീണ്ടും വന്നത്. അതിനൊരു ഇര മാത്രമാണ് സുസ്മിത എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ നുണയാണ് എന്ന് വസുമതി പറയുമ്പോൾ ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ആ പ്രോട്ടീൻ പൗഡർ നിങ്ങൾ പ്രീതിയെയോ സത്യഭാമയോ ഏൽപ്പിച്ചില്ല എന്ന്. പിന്നെ അർജുനെയോ വേറെ ആരെയെങ്കിലും ഈ പ്രോട്ടീൻ പൗഡർ ഏൽപ്പിച്ചാൽ തുടർന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് പിന്നീട് പ്രശ്നമുണ്ടായാൽ അവരത് ആലോചിച്ചെടുക്കുകയും ചെയ്യും. സുസ്മിതയാകുമ്പോൾ സംഗതി സേഫ് അല്ലേ, പേടി കാരണം അവൾ തുടർന്ന് പറയത്തുമില്ല, താൻ കുടുങ്ങുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും. അങ്ങനെ താൻ സേഫ് ആകുമെന്ന് വസുമതി ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്രീരഞ്ജിനി അങ്ങ് വാദിക്കുമ്പോൾ വസുമതി ആൻറ്റി പറയുന്നുണ്ട്, ഇതൊക്കെ നുണയാണെന്ന്. പക്ഷേ അന്നേരം അവിടെയും ശ്രീരഞ്ജിനി പറയുകയാണ്, അന്ന് വിഷം ഉള്ളിൽ ചെന്ന് പ്രീതി ഹോസ്പിറ്റലിലായതിനു ശേഷം സുസ്മിത നിങ്ങളെ കാണാനായിട്ട് വന്നിരുന്നു എന്ന്, പ്രോട്ടീൻ പൗഡറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാനായിട്ട്. അന്നേരം അതൊക്കെ എപ്പോഴെന്ന് വസുമതി ചോദിക്കുകയാണ്. അതൊക്കെ നുണയാണല്ലോ പറയുന്നത്. അന്നേരം ആ സ്ഥലവും സമയവും തീയതിയും ഒന്നും ഓർമ്മയില്ല, ഞങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷേ പോലീസ് റെക്കോർഡറിൽ അതെല്ലാം ഉണ്ട്. പക്ഷെ അന്ന് എന്തോ ഒരു ഉൾഭയത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അന്ന് സുസ്മിത തന്നെ വന്ന് കണ്ടിട്ട് കുഞ്ഞിനെ കൊന്നത് താനാണ്, വിഷം ചേർത്തത് താനാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യമുണ്ടായ പെട്ടെന്നുള്ളൊരു വെപ്രാളത്തിൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വസുമതി ഫോൺ ചെയ്തത് ഓർക്കുന്നുണ്ട്. അവസാനം വസുമതിക്ക് മനസ്സിലാകുന്നുണ്ട് സുസ്മിത തന്നെ കുടുക്കിയതാണെന്ന്. തുടർന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രീരഞ്ജിനി പറയുമ്പോൾ ഇതൊക്കെ നുണയാണ്, എൻ്റെ അമ്മയെ കൊണ്ടുപോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഇതൊക്കെ ഇവള് കെട്ടിച്ചമച്ച കഥയാണ്, ഇതൊക്കെ എനിക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുമെന്ന് അർജുൻ പറയുന്നുണ്ട്. അന്നേരം വിഷം ഉള്ളിൽ ചെന്നതിലാണ് പ്രീതിയുടെ കുഞ്ഞ് മരിച്ചത് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ, സുസ്മിതയാണ് വിഷം ചേർത്തത് എന്നും താൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ ബാക്കി വിശ്വസിക്കാത്തത് സ്വന്തം അമ്മയായതുകൊണ്ടാണെന്നല്ലേ, അമ്മമാർ എല്ലാവർക്കും പ്രിയപ്പെട്ടു തന്നെയാണ്, ഭൂരിഭാഗമുള്ള കുറ്റവാളികളെല്ലാം ആരുടെയെങ്കിലും അമ്മമാരായിരിക്കും, ഇത് വിശ്വസിച്ചേ മതിയാകൂ, ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന് ശ്രീരഞ്ജിനി അർജുനോട് പറയുന്നുണ്ട്. തുടർന്ന് വസുമതിയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് കോൺസ്റ്റബിൾമാർ. അന്നേരം മോനെ ഞാൻ ചെയ്തിട്ടില്ലടാ എന്നൊക്കെ വസുമതി കരഞ്ഞു പറയുകയാണ്. അന്നേരം അർജുൻ പറയുന്നുണ്ട്, അമ്മ തൽക്കാലം ഇവരോടൊപ്പം ചെല്ലും, ഞാൻ പെട്ടെന്ന് വന്നോളാം, പിറകെ വന്നോളാം എന്നൊക്കെ പറയുകയാണ്. ചിത്രയുടെ മുഖത്തൊക്കെ തലയോടിയും പിടിച്ചുമൊക്കെ വസുമതി അങ്ങ് കരയുന്നുണ്ട്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, അമ്മ ഒട്ടും പേടിക്കേണ്ട, ഞാൻ വന്നോളാം എന്ന്. അന്നേരം പെട്ടെന്ന് വന്നേക്കണടാ എന്ന് വസുമതി പറയുന്നുണ്ട്. തുടർന്ന് കോൺസ്റ്റബിൾമാർ ബലമായിട്ട് പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി വസുമതിയെ കൊണ്ടുപോവുകയാണ്. പോകുമ്പോഴും ചിത്രമോളെ നോക്കിക്കോളണേടാന്നൊക്കെ അർജുനോട് വസുമതി വിളിച്ച് പറയുന്നുണ്ട്. തുടർന്ന് ഗേറ്റ് വരെ വണ്ടിയുടെ പിന്നാലെ ചിത്ര കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. വണ്ടി പോയ ശേഷം അർജുൻ്റെ കൈ പിടിച്ചിട്ട് ചിത്ര പറയുന്നുണ്ട്, അമ്മ അങ്ങനെ ചെയ്യില്ല, എന്തെങ്കിലും ചെയ്യേട്ടാന്ന്. അന്നേരം അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അമ്മ എന്തായാലും അങ്ങനെ ചെയ്യില്ല, ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഉടനെ കാര്യങ്ങൾ നീക്കുന്നതാണ് എന്ന് അർജുൻ ചിത്രയോട് പറയുകയാണ്.
തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ മയക്കമായി കിടക്കുന്ന ശ്യാമയെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയാണ്. തുടർന്ന് പരിശോധിച്ച ശേഷം ഈ കുട്ടിക്ക് ദേഹോപദ്രവം ഏറ്റോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കുകയാണ് ശാരദാമ്മ. അന്നേരം മയക്കുമരുന്നിന് അടിമപ്പെട്ടയാളെ ഒരു പേഷ്യൻ്റായിട്ട് തന്നെ കാണണം, ചികിത്സയിലൂടെ ഭേദമാക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് മയക്കുമരുന്നിന് അടിമപ്പെട്ടയാളുടെ കുടുംബം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ ശാരദാമ്മയോടും ശാലിനിയോടും സംസാരിക്കുന്നുണ്ട്. ഇയാൾ IAS എക്സാമൊക്കെ പാസ്സായിട്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം നേരിടേണ്ടി വരുമ്പോൾ ഒരു എക്സാമും അവിടെ തുണയായിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് ശാലിനിയും ശാരദാമ്മയും അങ്ങ് കരയുകയാണ്. തുടർന്ന് അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും എങ്ങനെ ചികിത്സയിലൂടെ ഭേദമാക്കാം എന്നതിനെക്കുറിച്ചുമൊക്കെ ഡോക്ടർ ശാലിനിയോടും ശാരദാമ്മയോടും വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.